എല്ലാരും ചായ കുടിച്ചു കഴിഞ്ഞു. സോന എന്തിയെ? എവിടെ പോവാമ്മേ ഈ വെളുപ്പാങ്കാലത്ത് റെഡി ആയിട്ടൊക്കെ? അതോ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു സ്ഥലം വരെ പോവാ. എവിടെയാ? വയനാട്. വയനാട് ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരെയും കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെ എല്ലാം നിങ്ങളും കൂടെ പോരെ. അപ്പോൾ പെട്ടെന്ന് റെഡി ആവട്ടെ. അവർ വരുമ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് നിന്നാലാണ് കറക്റ്റ് സമയത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നീട് കാണാവേ. അപ്പം ഞാനും റെഡി ആയിട്ട് വരട്ടെ. ആ റെഡി ആയിക്കോട്ടെ. അപ്പം ദാ ഞങ്ങൾ റെഡിയായി. ലൈറ്റ് കുറവാണ്, 6 മണിയാകുന്നതേ ഉള്ളൂ. നമ്മൾ പിന്നെ കാണാം. അങ്ങനെ പ്രിൻസും സോനയും വന്നു. നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. കുഞ്ഞിപ്പെണ്ണ് ദേണ്ട ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പ്രിൻസാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചേട്ടായി ഫ്രണ്ടിലുണ്ട്. ഒന്നും മിണ്ടാത്തെ എന്നാ കാണിക്കുന്നുണ്ടോ പറഞ്ഞേ? എന്തായാലും നല്ലതല്ലേ ഞാൻ കാണിക്കാം. ആ എന്തായാലും നല്ലത് വന്ന് കാണിക്കാം. കുഞ്ഞിപ്പെണ്ണൊരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ പറഞ്ഞേ പറയൂല. അങ്ങനെ എല്ലാവർക്കും വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇവിടെ കണ്ട ചെറിയൊരു ഹോട്ടലിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറുവാണ്. കുഞ്ഞിപ്പെണ്ണ് രാവിലെ ഉടക്കം മൂടിലാണ്. അവർക്ക് ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോനായും നമ്മുടെ ഡ്രൈവർ പ്രിൻസും എല്ലാം വായി നോക്കി ഇരുത്തി അനീഷാണ്ട നെയ് റോസ്റ്റ് കഴിക്കുന്നു. പക്ഷേ ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് എന്നുള്ളത്. കാരണം ഇതങ്ങനെ മൊരിഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. ഇവിടെ നല്ല പറ്റില്ല, പറ്റില്ല. ടേസ്റ്റ് നോക്കട്ടെ. കുഞ്ഞിപ്പെണ്ണിന് വേണ്ട. കുഞ്ഞിപ്പെണ്ണെ, കുഞ്ഞിന് ദോശയാണോ വേണ്ടേ? ദോശ വേണോ അമ്മയ്ക്ക്? ആ നല്ല അമ്മയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. മുട്ടക്കറി. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് മതിയായിരുന്നല്ലേ ചേട്ടാ? ഇത് മതിയായിരുന്നല്ലേ? ചേട്ടായുടെ നെയ് റോസ്റ്റ് വീണ്ടും തിരിച്ചു കൊടുത്തു വിട്ടു. അതൊന്നും കൂടെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരും പൊറോട്ടയാണ് കേട്ടോ. അനീഷയുടെ മാത്രം നെയ് റോസ്റ്റ് വാങ്ങിച്ച് ചമ്മിപ്പോയി. എന്നാലും ചമ്മി പോയോ? ഓ പിന്നെ ചേട്ടായിയുടെ നെയ് റോസ്റ്റ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ മെച്ചമൊന്നുമില്ല, പഴയ പോലെയൊക്കെ തന്നെ. നമുക്ക് പൊറോട്ടയ്ക്ക് മുട്ടക്കറിയാണ് കിട്ടിയത്. ഇതാ മുട്ടക്കറി. പ്രിൻസ് അയലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അയലയും പൊറോട്ടയും. പ്രിൻസിൻ്റെ അയലക്കറിയുടെ ചാറാണ് സോനയുടെ കറി. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് ചായ കൂടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുടിച്ചോ കുടിച്ചോ. ആ മിടുക്കി ചിച്ചി ചിച്ചി. അപ്പൊ ഡ്രൈവർ മാറി. ഡ്രൈവർ പ്രിൻസ് മാറി. ഡ്രൈവർ അനീഷായി. ഈ പെണ്ണ് താണ്ടെ ഫ്രണ്ടിലോട്ട് പോയി. അനീഷ് ഡ്രൈവർ സീറ്റിൽ, പ്രിൻസ് സൈഡ് സീറ്റിൽ. എന്നെ ചതിച്ചു. സോന ഈ സൈഡ് സീറ്റിൽ, ഞാൻ നടുക്ക് സീറ്റിൽ. ഇവ നടുക്ക്, ഞാൻ അതിലും നടുക്ക്. അപ്പൊ നമുക്ക് ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും പോവുകയാണ്. ഇനി അടുത്ത ചുരം കയറാനല്ലേ? ആ യെസ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇതത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. നമ്മൾ കുഞ്ഞിപ്പെണ്ണ് ചുരത്തിലോട്ട് കയറുന്നതിൻ്റെ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിരിപ്പുണ്ട്. ആ വണ്ടിയാ കോടയാണ് നോക്ക്. ആ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ. സൂപ്പറാണ്, സൂപ്പർ. ആരെ വിളിച്ചേ? എന്തിയെ സോന? എന്തിയെ വേണോ?
അപ്പം നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ പള്ളിക്കുന്ന് പള്ളിയിലോട്ടാണ്. ആദ്യമായിട്ട് വരുന്ന പള്ളിയാണ്. കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മളിവിടെ വന്നപ്പം ഇവിടെ കുർബാനയുടെ സമയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അകത്ത് കയറാൻ പറ്റത്തില്ല, കുർബാന തീരാനായി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. നമ്മൾ ചുമ്മാ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ വന്നു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. മാതാവിൻ്റെ നല്ലൊരു രൂപം അവിടെയുണ്ട്. ഇതാണ് പള്ളിക്കുന്ന് പള്ളി. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഇപ്പം സാധിച്ചിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. കുഞ്ഞിപ്പെണ്ണേ, ഓടി കള്ളി. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നും ഇനി നെക്സ്റ്റ് എങ്ങോട്ട് പോകും എന്നുള്ളതിന്റെ ചർച്ചയിലാണ്. പറഞ്ഞോ. അവിടുന്ന് അവിടെ നമ്മൾ പോയതല്ല ചേട്ടാ. ഈ കാരാപ്പുഴയിൽ നമ്മൾ പോയിട്ടില്ല. ഒരു ഡാം അതും. ഓക്കെ അല്ലേ? എന്നാ ശരി. അങ്ങനെ നമ്മൾ കാരാപ്പുഴ ഡാമിലെത്തിയിരിക്കുകയാണ്. ഒരു കുതിരയുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. 30 രൂപയാണ് അഡൽട്ടിൻ്റെ ഫീസ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കയറി നോക്കാം. പാവ കുതിര തന്നെ അവിടെ നിൽക്കുവാണ്. അപ്പുറത്ത് വേറെ കുറേ കുതിരകൾ നിൽക്കുന്നുണ്ട്. ഇത് കയറാൻ എത്ര രൂപയാണ്, എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല. ചേട്ടായി അവിടെ ആണ്ട ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട്. 30 രൂപയാണ് മുതിർന്നവർക്ക്, ചിൽഡ്രൻസ് 10. അവിടെയാണ് കാരാപ്പുഴ അഡ്വഞ്ചർ സോൺ. റൈഡ്സ്, സിപ്പ് ലൈന്, ഗാർഡൻ റൈഡ് ടിക്കറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. നോക്കുമ്പോൾ ചെറിയൊരു ഗാർഡൻ പോലെ. ഇതേ ആന, വാവേ ഇതേ ആന. കണ്ടോ ആനേനെ? കണ്ടോ? ദേടി ആന. എന്നാൽ ആനേനെ പോലെ ആണോ? കൊച്ചിന് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. സിപ്പ് ലൈന് 390 രൂപ. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി. ഇതാണ്ട് ആ കാണുന്നതാണ് തോന്നുന്നു ഡാം. ഈ ചെടി നോക്കിയേ, ഈ ഓറഞ്ച് നല്ല രസമല്ലേ? എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, നമുക്കും എടുക്കാവേ. വാ, ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി വിഷ്വൽസാണ് കാണുന്നത്. ഇതാ കാണുന്നതാണ് കാരാപ്പുഴ ഡാം. കണ്ടോ? പക്ഷെ അങ്ങോട്ടേക്ക് പോകരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ചിൽഡ്രൻസ് പാർക്കിലെത്തിയിരിക്കുകയാണ്. അവിടെ കണ്ട ഒരാൾ മുകളിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. നീ വലിയ ധൈര്യശാലിയല്ലേ? വാ, പോരെ വാ, പതുക്കെ വന്നാ പോരാ. അയ്യേ, നിറച്ച് ചെളിയായി കാണും. ഇതാണ് എൻ്റെ പിള്ളേരുടെ പല സീറ്റുകളും കാലിയാണേ. അത് കണ്ടത്, അതിൽ കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും വരുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛാ, അവളുടെ സന്തോഷം കണ്ട. പോരാ, വാ. വന്നപ്പോഴാണ് നമ്മൾ വേറൊരു റൈഡ് കൂടെ കണ്ടത്. കൊള്ളാം. പക്ഷെ അതിനകത്ത് ആരുമില്ല. ഓരോ റൈഡ് കാണുമ്പോൾ ഇത് കണ്ടോ, നമ്മളൊക്കെ കൂടുതൽ സന്തോഷം പെണ്ണിനാണ്. പക്ഷെ അവൾക്ക് അതിലൊന്നും കയറാനും പറ്റത്തില്ല. ചാടി പോവാ. കണ്ടോ സ്വിങ്. ഇതിൽ നമുക്ക് കയറണം എന്ന് ആഗ്രഹം. ഇത് സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ജയന്റ് വിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
അല്ല ജയന്റ് സ്വിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക് ഇത് എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. അയ്യോ അമ്മേ, അയ്യോ എന്തീശോ, കേരളം വേണ്ടത് നമുക്കൊന്നും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നതിനെ കുറിച്ച്. അതങ്ങ് ക്ലിപ്പ് വിടുമ്പോ ഉണ്ടല്ലോ നെഞ്ച് കത്തിപ്പോവും. വേണ്ട, ഞാനത് വേണ്ടാന്ന് വെച്ചു. അതിൽ കയറാനുള്ള ശക്തി എനിക്കില്ല. നമ്മൾ റൈഡിൽ പോവുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, പോയി നോക്കാം. അങ്ങനെ നമ്മൾ പൊക്കത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പൊക്കത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് കാരാപ്പുഴ ഡാം. കണ്ടോ, ഡാമിൻ്റെ ഫുള്ളൊരു വിഷ്വല് നമുക്ക് ഇവിടുന്ന് കാണാം. എനിക്ക് ശരിക്കും പേടിയൊക്കെ വരുന്നുണ്ട്, ഉള്ളിൽ പേടി വരുന്നുണ്ട്. സിപ്പ് ലൈൻ വരുന്നത്. വീണ്ടും പൊക്കത്തേക്ക് കയറുകയാണ്. പൊക്കത്താണ് നമ്മളിപ്പോൾ. ഇവിടുന്ന് ചിലപ്പോൾ ഒറ്റയടിക്ക് അവർ താത്തുമായിരിക്കും. അങ്ങനെ നമ്മൾ അതിൽ കയറി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡാം കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. തിരിച്ചു നടക്കണം. അതെ, വഴികൾ ഫുള്ള് തിരിച്ച് നടന്നേ പറ്റും. എന്തേ? അയ്യോ വേണ്ട കേട്ടാ, വേണ്ട വേണ്ട വേണ്ട, ചെയ്യാൻ പാടില്ലാത്തൊന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ ഈ ഡാമിൻ്റെ ഇങ്ങറ്റം വരെ എത്തി. നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് വന്നു. ചേട്ടയുടെ ബിരിയാണി, ഇത് നമ്മുടെ മന്തി, റൈസ്, ചിക്കൻ. അപ്പോൾ നമ്മുടെ വയനാട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് വേറെ 1-2 സ്ഥലങ്ങളിൽ പോയി. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ.